ചിങ്ങമാസത്തിൽ കുബേരയോഗത്താൽ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നാളുകാർക്കിനി ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇനി ലഭ്യമാകും. അതിൽ ആദ്യത്തെ നക്ഷത്രം മകമാണ്, രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്, മൂന്നാമത്തെ നക്ഷത്രം അത്തമാണ്, നാലാമത്തെ നക്ഷത്രം രേവതിയാണ്, അഞ്ചാമത്തെ നക്ഷത്രം കാർത്തികയാണ്, ആറാമത്തെ നക്ഷത്രം അശ്വതിയാണ്, ഏഴാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ഇവർക്കൊക്കെയും ഭാഗ്യമാണ്, ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. ഓരോ നക്ഷത്രജാതകരും അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ ദേവതാദേവന്മാരെ വന്ദിക്കേണ്ടതാണ്. നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്.